രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അഷ്ടപതി 153-ാമത്തെ എപ്പിസോഡാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിനു മുമ്പുള്ള എപ്പിസോഡൊക്കെ നമുക്ക് പ്ലേലിസ്റ്റിൽ കിട്ടുന്നതാണ്. ഇത് അവസാനത്തെ അധ്യായമാണ്, വന്ദന ശ്ലോകമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് കണ്ണൻ്റെ രാധ, കൃഷ്ണന്റെ സർവസ്വവുമായ രാധാറാണിയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെയുള്ളത് നിങ്ങൾക്ക് കിട്ടും. എല്ലാ ബുധനാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്കാണ് അഷ്ടപതി. എല്ലാ വെള്ളിയാഴ്ചയുമാണ് സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് 12 മണിക്ക്. അതുകൂടാതെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് എൻ്റെ അടുത്ത് കൊല്ലത്ത് വന്ന് നേരിട്ട് വന്ന് പഠിക്കാവുന്നതാണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി. അതേ കണക്ക് തന്നെ ദൂരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. നിങ്ങൾ അതിലേക്ക് എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റിൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ കേൾക്കണേ. അതേ കണക്ക് തന്നെ നമ്മൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അറിയേണ്ടവ ഉണ്ട്, അമ്പലങ്ങളെ കുറിച്ചുണ്ട് നമ്മൾ സന്ദർശിക്കേണ്ടത്. പിന്നെ രാധിക കവചൻ 2 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെയും ഇല്ലാതെയും ഉണ്ട്. രാധാ മാനസതന്ത്രമുണ്ട്. ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ ഇട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ പിന്നെ നമ്മൾ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ, അതേ കണക്ക് തന്നെ ഭക്തമീരയുടെ കഥ, നിരവധി ഷോർട്ട് വീഡിയോസ്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എന്നും രാവിലെ 5:30 മണിക്ക് നിങ്ങൾക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. തികച്ചും പോസിറ്റീവായിട്ടുള്ള സന്ദേശങ്ങൾ വെച്ചുകൊണ്ടുള്ള മോർണിംഗ് മെസ്സേജാണ്. അത് കേട്ടുകൊണ്ട് നിങ്ങളൊരു ദിവസം ആരംഭിക്കുക. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകളും അപകടങ്ങളും വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോ നമുക്ക് ഇന്നത്തെ ശ്ലോകം നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടിത്തരുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുനിലാണ്. സുനിലിന് കഴിഞ്ഞ നാരായണീയം സുനിൽ നമുക്ക് പാടിത്തന്നതാണ്. എന്നിട്ട് നമുക്ക് സുനിലിൻ്റെ ഇത് നമുക്ക് ചേർക്കാൻ പറ്റിയില്ല. എനിക്കതിനകത്ത് ഭയങ്കര വിഷമമുണ്ട്. അത് ശരിക്കും ആശയ്ക്ക് വന്നൊരു മിസ്റ്റേക്കാണ്. ആശ എനിക്കത് കൃത്യമായിട്ട് അയച്ചു തന്നില്ല. സമയമായപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യുകയും വേണം. പിന്നെ എനിക്കൊരു കുട്ടിയെ കൊണ്ട് പാടിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വട്ടം സുനിൽ പാടി അയച്ചിട്ടും നമുക്കത് ചേർക്കാൻ പറ്റിയില്ല. അതിനകത്തൊരു വിഷമമുണ്ട്. അപ്പോൾ സുനിൽ രാധേ രാധേ ചാനലിന് എന്നും പ്രിയപ്പെട്ടതാണ്. രാധേ രാധേ ചാനലിൻ്റെ തുടക്കം മുതൽ സുനിൽ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ രാധേ രാധേ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഇന്ന് സുനിൽ എന്ന് പറഞ്ഞാൽ സുപരിചിതനാണ്. പിന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു നല്ല സ്വരം നമ്മുടെ സുനിലിന് കൊടുത്തിട്ടുണ്ട്. സ്വരം മാത്രമല്ല, ഒരു നല്ല മനസ്സും കൊടുത്തിട്ടുണ്ട്. ആ സുനില്, നിങ്ങളുടെ പ്രിയങ്കരനായ സുനില് അതിമനോഹരമായിട്ട് അഷ്ടപതി പാടുകയാണ്. നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. യന്നിത്യർവചനൈർവിരിഞ്ച ഗിരിജാ പ്രാണേശ മുഖ്യൈർമുഹുർ നാനാകാര വിചാര സാര ചതുരൈർനാദ്യാഭിനിശ്ചീയതേ തത്സർവൈർജയദേവ കാവ്യഘടിതൈ സത്സൂരി സംശോധിതൈ ആദ്യം വസ്തു ചകാസ്തു ചേതസി പരം സാരസ്യ സീമാജുഷാ സാരസ്യ സീമാജുഷാ. അപ്പോൾ നമ്മുടെ സുനില് അത് വളരെ മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കിക്കൊള്ളൂ. എന്നിത്യയ വചനൈർ വിരിഞ്ച ഗിരിജ പ്രാണേശ മുഖ്യൈർ മുഹൂർ നാനാകാര വിചാര സാര ചതുരൈർനാദ്യാഭി നിക്ഷീയതേ തത്സർവൈർ ജയദേവ കാവ്യഘടിതൈ സൽസൂരി സംശോധിതൈരാദ്യം വസ്തു ചകാസ്തു ചേതസി പരം സാരസ്യ സീമാജുഷാം. അർത്ഥം എഴുതിക്കോ. എന്നിത്യൈർ വചനേ. അർത്ഥം നിത്യമായ സത്യം നിറഞ്ഞ വാക്കുകളെ കൊണ്ട്. നിത്യമായ സത്യം നിറഞ്ഞ വാക്കുകളെ കൊണ്ട്. അടുത്തത് വിരിഞ്ച ഗിരിജാ പ്രാണേശ്വ. വിരിഞ്ച, വിരിഞ്ച ബ്രഹ്മാവ്, ഗിരിജയുടെ പ്രാണേശ്വരൻ ശിവൻ. അപ്പൊ വിരിഞ്ച ഗിരിജ പ്രാണേശ്വരൻ എന്ന് പറഞ്ഞ ബ്രഹ്മാവ് ശിവൻ. മുഖ്യർ മുഹൂർ സമർത്ഥരായ നാനാകാര വിചാര സാര ചാതുരേ. നാനാകാര വിചാര സാര ചതുരൈ. പല പ്രകാരത്തിലുള്ള, അർത്ഥം എഴുതിക്കൊള്ളണം, പല പ്രകാരത്തിലുള്ള ഭഗവത് ചിന്താ മാർഗങ്ങളിൽ മിടുക്കർ. ഭഗവത് ചിന്താ മാർഗങ്ങളിൽ മിടുക്കർ. സർവൈർ, സർവൈർ എല്ലാവരാലും. ജയദേവ കാവ്യ ഘടിതൈ. അർത്ഥം ജയദേവ കവിയാൽ എഴുതപ്പെട്ട. സൽസൂരി സംശോധിതൈ. അർത്ഥം പണ്ഡിതന്മാരാൽ പരിശോധിക്കപ്പെട്ടവയുമായ. പണ്ഡിതന്മാരാൽ പരിശോധിക്കപ്പെട്ടവയുമായ. ചേതസി മനസ്സിൽ. ചേതസി മനസ്സിൽ. സരസ്യ. അർത്ഥം സരസതയോടെ. ചകാസ്തു പ്രകാശിക്കട്ടെ, പ്രകാശിക്കട്ടെ. അപ്പം ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ പറയട്ടെ, ഇനി 2 എപ്പിസോഡും കൂടെ ആകുമ്പോൾ നമ്മുടെ അഷ്ടപതി അവസാനിക്കുകയാണ്. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ 2 എപ്പിസോഡും മുടങ്ങാതെ തന്നെ നടക്കാൻ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇനി 2 എപ്പിസോഡും കൂടെ ഉള്ളൂ നമ്മുടെ അഷ്ടപതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,
അഷ്ടപതിയെക്കുറിച്ചുള്ള നിങ്ങൾക്കുള്ള അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം 2 മിനിറ്റിൽ കവിയാതെ ഒരു വോയിസ് മെസ്സേജായിട്ട് അയച്ചു തന്നാൽ നിശ്ചയമായും നമ്മൾ നമ്മുടെ യൂട്യൂബിനകത്ത് അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അഷ്ടപതി നിങ്ങളിതാ തീരാൻ പോവുകയാണ്. ഇത് തുടക്കം മുതൽ അവസാനം വരെ കേട്ടവരുമുണ്ട്, ഇടയ്ക്ക് വെച്ച് കേട്ടവരുമുണ്ട്, അവസാന ഭാഗം കേട്ടവരുമുണ്ട്. ആർക്കും ഈ അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. അപ്പം നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മാക്സിമം 2 മിനിറ്റ്, 1 മിനിറ്റ്, 1.5 മിനിറ്റ്, അല്ലെങ്കിൽ അങ്ങേ അറ്റം പോയാൽ 2 മിനിറ്റ്, കഴിയുന്നത്ര ചുരുക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് രാധാറാണിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം 96453339 എന്ന നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതിലേക്ക് അയക്കുക. അധികം താമസിയാതെ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. ഭജഗോവിന്ദത്തിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചുകൊള്ളൂ. അതുകൂടാതെ നമ്മുടെ ജയദേവ കവിയെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ തുടങ്ങുന്നതാണ്. ജയദേവ കവിക്ക് നിങ്ങൾ കാണാത്ത ഒരുപാട് തലങ്ങളുണ്ട്. ഞാൻ നിരവധി റിസർച്ച് ജയദേവ കവിയെക്കുറിച്ച് നടത്തി. ആ റിസർച്ചിലൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാനായി പോകുന്നത്. അപ്പോൾ ആ ജയദേവ കവിയുടെ ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. പത്മാവതിക്ക് മുമ്പും ജയദേവ കവിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, എൻ്റെ റിസർച്ചിലൂടെ ഞാൻ കണ്ടെത്തിയതാണ്. അതെല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതും ആണ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോ. ഏതൊന്നാണോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആലോചിച്ച് സാരം കണ്ടെത്താൻ ഭഗവത് ചിന്താ മാർഗങ്ങളിൽ സമർത്ഥരായ ബ്രഹ്മാവ്, ശ്രീ പരമേശ്വരൻ എന്നിവർക്ക് പോലും ഇതേവരെ എന്തെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത സകലതിനും കാരണഭൂതമായ പരബ്രഹ്മസ്വരൂപം, അതായത് വളരെ ശ്രദ്ധിച്ചു കേട്ടോണം, ഏതൊരു കാര്യവും വളരെ ചിന്തിച്ച് കണ്ടുപിടിക്കാൻ മിടുക്കരായിട്ടുള്ള ശിവഭഗവാനും സാക്ഷാൽ ബ്രഹ്മാവിനു പോലും ഇതേവരെ എന്തെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നാണ് പരബ്രഹ്മം. ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും സകലതിനും മൂലകാരണം എന്ന് പറയുന്നത് ആരാകുന്നു? പരബ്രഹ്മ സ്വരൂപമാണ്. പക്ഷെ ആ വസ്തു പണ്ഡിതന്മാരാൽ പരിശോധിക്കപ്പെട്ട ജയദേവ കവിയുടെ കാവ്യത്തിൽ വിവരിച്ചിരിക്കുന്നു. സർവഗുണങ്ങളുമുള്ള ഈ കാവ്യം ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ അതിര് കണ്ടറിയുന്നവരുടെ മനസ്സിൽ പ്രകാശിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് എന്തും കണ്ടുപിടിക്കാനും എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാനും കഴിവുള്ള ശിവനും ബ്രഹ്മാവും ശ്രമിച്ചിട്ടു പോലും നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ് നമ്മുടെ പരബ്രഹ്മം എന്ന് പറയുന്നത്. ആ പരബ്രഹ്മമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം മൂലകാരണം. അങ്ങനെ ശിവന് പോലും കഴിയാത്ത ആ കർമ്മം നമ്മുടെ ജയദേവ കവി അഷ്ടപതിയിൽ വിവരിച്ചിരിക്കുന്നു. ആ അഷ്ടപതി നിങ്ങളുടെ മനസ്സിൽ പ്രകാശിക്കുമാറാകട്ടെ. അതായത് ജയദേവ കവി തൻ്റെ ഈ കാവ്യത്തിൽ ആദ്യം പരബ്രഹ്മം എന്താണെന്ന് പറയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുവരെയും പരബ്രഹ്മം എന്തെന്ന് നിർവചിക്കാൻ ഈ ലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല. എപ്പോഴും നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, നാവ് കൊണ്ട് എച്ചിലാക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനം പരബ്രഹ്മമാണ്. ഇപ്പം നിങ്ങൾ എന്തിനെങ്കിലും കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ജനിച്ചു, അപ്പം നാവ് കൊണ്ട് അത് പറയാൻ പറ്റുന്നു. അപ്പം അത് എച്ചിലായെന്നാ പറഞ്ഞ കാരണം അത് പിന്നെ മറ്റുള്ളവർ പറയും, അത് അടുത്തവർ പറയും, അത് അടുത്തവർ പറയും. അങ്ങനെ നാവ് കൊണ്ട് ഇത് ഇന്നതാണ്. ഇപ്പം നമുക്ക് അങ്ങനെ കൃഷ്ണൻ ഇന്നതാണെന്ന് പറയാം, മുരുകൻ ഇന്നതാണ്, ശിവൻ ഇന്നതാണ്. അങ്ങനെ പറയാൻ പറ്റാത്ത ഒന്നാണ് പരബ്രഹ്മം. അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത്, നാവ് കൊണ്ട് ഉച്ചരിച്ച് അശുദ്ധമാക്കാൻ പറ്റാത്ത, ആ അശുദ്ധം എന്ന അർത്ഥത്തിലാണ് എച്ചിൽ എന്ന് പറയുന്നത്. അശുദ്ധമാക്കാൻ പറ്റാത്ത, എച്ചിലാക്കാൻ കഴിയാത്ത ഒന്നാണ് ആരെന്ന് പറയുന്നത് പരബ്രഹ്മം. പരബ്രഹ്മത്തെക്കുറിച്ച് വളരെ രസകരമായ ഒരു കുഞ്ഞു കഥ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്. സമുദ്രത്തിൻ്റെ ആഴം എത്രത്തോളമുണ്ട് അതെനിക്ക് കണ്ടുപിടിക്കണം.
സമുദ്രത്തിന്റെ ആഴം എന്തെന്ന് അളന്നതിന് ശേഷം ഇവിടെ വന്ന് എനിക്ക് ജനങ്ങളെടുത്ത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞ് ഉപ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു പാവ, ഉപ്പ് പാവ കടലിലേക്ക് ഇറങ്ങിപ്പോയി. അതുപോലെയാണ് പരബ്രഹ്മത്തെ നിർവചിക്കുന്നത്. കാരണം സമുദ്രത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ വേണ്ടി ഉപ്പുപാവ സമുദ്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഉപ്പുപാവ സമുദ്രത്തിൽ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? അപ്പോഴേ അലിഞ്ഞ് അത് സമുദ്രത്തോടങ്ങ് ചേരുകയും സമുദ്രത്തിന്റെ ഒരു ഭാഗമാവുകയും അതിന്റെ ആനന്ദം അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യും. തിരിച്ചു വന്ന് നമുക്കത് പറഞ്ഞു തരുന്നില്ല. അതുപോലെ പരബ്രഹ്മം എന്തെന്ന് അറിയാൻ ശ്രമിക്കുന്നവര് ഒടുവിൽ പരബ്രഹ്മം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് വാ തുറക്കത്തില്ല. ആ പരബ്രഹ്മം നൽകിയ പരമാനന്ദത്തിൽ അലിഞ്ഞ് അങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് വരെ പരബ്രഹ്മം എന്തെന്ന് ആരും നിർവചിച്ചിട്ടില്ല. സാധാരണ കാര്യങ്ങളെ തലനാരിഴ കീറി പരിശോധിക്കാൻ മിടുക്കനായിട്ടുള്ള സാക്ഷാൽ ബ്രഹ്മാവിനും ശിവനും പോലും പരബ്രഹ്മം എന്തെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ സർവ പണ്ഡിതന്മാരും കീറി മുറിച്ച് പരിശോധിച്ച ഒന്നാണ് അഷ്ടപതി. എല്ലാ തരത്തിലും സംസ്കൃത പണ്ഡിതന്മാരും വേദാന്ത പണ്ഡിതന്മാരും ഭക്തിയിലുള്ള പണ്ഡിതന്മാരും എല്ലാ പണ്ഡിതന്മാരും എല്ലാ മേഖലയിലുള്ളവരും തലനാരിഴ കീറി ഓരോ വാക്കർത്ഥവും അതിൻ്റെ ഉള്ളർത്ഥവും ഒക്കെ പരിശോധിച്ച ഒന്നാണ് ജയദേവ കവി. ആ ജയദേവ കവിയുടെ അഷ്ടപതി എന്ന കാവ്യം. എന്നാൽ ആ കാവ്യത്തിൽ പരബ്രഹ്മം എന്തെന്ന് കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മാവിനും ശിവനും കഴിയാത്ത കാര്യം ജയദേവ കവി വളരെ കൃത്യമായി ചെയ്തിരിക്കുന്നു. രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ജയദേവ കവി വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുന്നു. ഈ പരബ്രഹ്മം ഒരു രൂപം കൊണ്ട് വന്നതാണ് കൃഷ്ണനും രാധാറാണിയും. അതുകൊണ്ട് നിങ്ങൾ കൃഷ്ണനെയും രാധാറാണിയെയും പൂജിച്ചാൽ പരബ്രഹ്മം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഇതാണ് പരബ്രഹ്മം. പരബ്രഹ്മത്തെ പൂജിച്ചാൽ ഉണ്ടാകുന്ന ആനന്ദം രാധാകൃഷ്ണന്മാരെ പൂജിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് ഏതുപോലെയാണ്? നമ്മുടെ ആ ഗണപതിയും മുരുകനും തമ്മിൽ ഒരു കുഞ്ഞു പിണക്കമുണ്ടായത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കൈലാസത്തിലേക്ക് നാരദൻ എത്തിച്ചേരുകയാണ്. അതിസുന്ദരം രുചിയുള്ളതുമായ ഒരു മാമ്പഴം, അത് ജ്ഞാനപ്പഴമാണ്. അത് ആരാണോ കഴിക്കുന്നത് അവർക്ക് അതിയായ അറിവ് ലഭിക്കും. പക്ഷെ ഒരാൾക്കേ തിന്നാൻ പറ്റൂ. ആ സമയത്താണ് മുരുക ഭഗവാനും ഗണപതി ഭഗവാനും കയറി വരുന്നത്. രണ്ടുപേർക്കും ഇത് വേണം, പക്ഷെ ഒരാൾക്കേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ ശിവഭഗവാൻ നാരദനടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തൂ. അപ്പോൾ നാരദൻ എന്താ പറഞ്ഞത്? 3 ലോകങ്ങളെയും 3 പ്രാവശ്യം വലം വെച്ചു വരുന്നവന് ജ്ഞാനപ്പഴം കൊടുക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി മുരുകൻ തന്റെ വൈവാഹനത്തിൽ കയറി ഈ 3 ലോകങ്ങളും ചുറ്റാൻ പോയപ്പോൾ ഗണപതി ഭഗവാൻ വളരെ സിമ്പിളായിട്ട് അച്ഛനെയും അമ്മയും 3 വലത്ത് വെച്ചു. വലത്ത് വെച്ചിട്ട് പറഞ്ഞു, മാമ്പഴം തരാൻ, ഞാൻ ജയിച്ചു. അപ്പൊ ശിവപാർവതി പറഞ്ഞു, അതെന്തേ? അപ്പൊ പറഞ്ഞു, മാതാപിതാക്കളാണ് സർവ്വലോകവും. ഈ 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ശിവപാർവതിമാരാണ്. അപ്പൊ നിങ്ങളെ വലത്ത് വെക്കുമ്പോൾ 3 ലോകങ്ങളിലും വലത്ത് വെച്ചതിന് തുല്യമായെന്ന് പറയുകയും ആ മത്സരത്തിൽ ജയിക്കുകയും ചെയ്തു. പിന്നെ മുരുകൻ ഭഗവാൻ വന്ന് പിണങ്ങിപ്പോയത് വേറെ കഥ. അപ്പോൾ ഇതുപോലെ ശിവഭഗവാനും ബ്രഹ്മാവും എത്ര പരിശ്രമിച്ചിട്ടും നിർവചിക്കാൻ വയ്യാത്ത പരബ്രഹ്മത്തെ ജയദേവ കവി വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു. ഇതെന്തെന്ന്? പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാടൊന്നുമില്ല. പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ പരബ്രഹ്മം ഒരു രൂപം കൊള്ളും. ചില സമയത്ത് പരബ്രഹ്മം ആകെ 2 രൂപമേ കൈക്കൊണ്ടിട്ടുള്ളൂ. ഒന്ന് കൃഷ്ണൻ, ഒന്ന് രാധ. അപ്പൊ കൃഷ്ണനെയും രാധയെയും പൂജിച്ചു കഴിഞ്ഞാൽ പരബ്രഹ്മത്തെ പൂജിച്ചു കഴിഞ്ഞു. നിങ്ങൾ പരബ്രഹ്മത്തെ പൂജിക്കുമ്പോൾ എന്ത് ആനന്ദം ഉണ്ടാകും? അത് രാധാകൃഷ്ണന്മാരെ പൂജിക്കുമ്പോൾ കിട്ടും. രാധാകൃഷ്ണന്മാരെ പൂജിച്ചാൽ നിങ്ങൾ ഒടുവിൽ ആ പരബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ കൃത്യമായി പരബ്രഹ്മത്തെ വരെ നിർവചിച്ച സർവവിധ ഗുണങ്ങളും തികഞ്ഞ ഈ കാവ്യം,
അതായത് ഈ കാവ്യത്തിൽ ഭക്തിയുണ്ട്, ഈ കാവ്യത്തിൽ ശൃംഗാരമുണ്ട്, ഈ കാവ്യത്തിൽ പാണ്ഡിത്യമുണ്ട്, ഈ കാവ്യത്തിൽ എന്തുണ്ട്? ആ പരബ്രഹ്മ നിർവചനം വരെയുണ്ട്. അത് ശിവനും ബ്രഹ്മാവിനും പോലും സാധിക്കാത്തതാണ്. അങ്ങനെയുള്ള ഈ മഹാകാവ്യം ഭക്തിയിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആരുടെ മനസ്സിലും ഗീതാഗോവിന്ദം അങ്ങനെ പ്രകാശിക്കുകയും സാക്ഷാൽ രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യട്ടെ. ഒരു വലിയ ആശംസ ഒടുവിൽ കവി കൊടുക്കുകയാണ്. കവി പറയുകയാണ്, ഈ ഗീതാഗോവിന്ദം എന്ന എൻ്റെ കവിതയിൽ ഭക്തിയുണ്ട്, ശൃംഗാരമുണ്ട്, വേദാന്തമുണ്ട്, ഉപനിഷത് സാരമുണ്ട്, അതേ കണക്ക് പരബ്രഹ്മത്തിന്റെ നിർവചനമുണ്ട്. അങ്ങനെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം എൻ്റെ അഷ്ടപദിയിലുണ്ട്. എൻ്റെ അഷ്ടപതി ആരാണോ ഭക്തിയോടുകൂടി വായിക്കുന്നത് അവരുടെ മനസ്സിൽ എന്നും രാധാകൃഷ്ണന്മാര് വിളങ്ങും എന്ന് പറഞ്ഞ പരബ്രഹ്മം ഇങ്ങനെ തിളങ്ങി വിളങ്ങും. അപ്പൊ പരബ്രഹ്മത്തെ നേരിട്ടറിയാനും പരബ്രഹ്മത്തെ ആരാധിക്കാനും ഒടുവിൽ പരബ്രഹ്മത്തിൽ ലയിക്കാനുമുള്ള ഏറ്റവും നല്ല എളുപ്പ വഴി പരബ്രഹ്മം ജന്മം പൂണ്ട രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര ലീലകൾ പാടുന്ന അഷ്ടപതി കേൾക്കുക, അഷ്ടപതിയുടെ അർത്ഥമറിയുക, അഷ്ടപതി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അഷ്ടപതി നിങ്ങൾ കൃത്യമായി ചൊല്ലുക. എങ്കിലിതാ നിങ്ങൾക്ക് പരബ്രഹ്മത്തെ കിട്ടിക്കഴിഞ്ഞു. പരബ്രഹ്മത്തെ കിട്ടാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അഷ്ടപതി. ആ അഷ്ടപതി നിങ്ങളുടെ മനസ്സിൽ പ്രകാശിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ രാധേ രാധേ ചാനലിലെ അംഗങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തില് പരബ്രഹ്മം വിളങ്ങട്ടെ. ഒടുവിൽ നിങ്ങൾക്ക് പരബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ, രാധാകൃഷ്ണന്മാരുടെ അടുക്കൽ എത്തിച്ചേരാൻ, ഗോലോകത്ത് എത്തിച്ചേരാൻ എന്നെയും നിങ്ങളെയും സാക്ഷാൽ രാധാകൃഷ്ണന്മാർ അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.